സ്നേഹമുള്ളവരെ, ചില പുസ്തകങ്ങൾ നമ്മൾ വായനക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വരികൾ അല്ലെങ്കിൽ ആദ്യത്തെ താളുകൾ തന്നെ നമ്മളോട് പറയും അത് എങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എന്നുള്ളത്. ഇവ നമ്മളെ വായിക്കുവാനായിട്ടുള്ള ആ തീക്ഷ്ണതയും ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അറിയുവാനായിട്ടുള്ള ഒരു വ്യഗ്രതയും നമ്മിൽ ഉളവാക്കും. ചില പുസ്തകങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയുന്നത് പോലെ ഒറ്റയിരുപ്പിൽ വായിച്ച് തീർക്കുവാനായിട്ട് പറ്റുന്നതാണ്. മറ്റ് ചില പുസ്തകങ്ങളായിക്കോട്ടെ നമ്മളെ അത്രയധികം സ്വാധീനിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ അതിൻ്റെ വായനയൊക്കെ മിക്കവാറും നിലയ്ക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തെ ഒരു സാഹിത്യ സൃഷ്ടി എന്ന രീതിയിൽ, ഒരു പുസ്തകം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യോഹന്നാൻ ഒരു പ്രത്യേക രീതിയിലാണ് തൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. മറ്റ് സുവിശേഷകർ തുടങ്ങുന്നത് പോലെ യേശുവിൻ്റെ ജനനത്തെയോ ബാല്യകാലത്തെയോ അല്ല യോഹന്നാൻ ആദ്യം അവതരിപ്പിക്കുന്നത്. യോഹന്നാന് മറ്റ് എന്തൊക്കെയോ പറയുവാനായിട്ടുണ്ട്. ഒത്തിരി ചിന്തിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അർത്ഥങ്ങളുള്ള എന്തൊക്കെയോ പറയുവാനായിട്ടുണ്ട്. യോഹന്നാന് പക്ഷേ മറ്റ് സുവിശേഷകരെക്കാളും കൂടുതലായിട്ട് യേശുവിൻ്റെ ഈ ജനനത്തെപ്പറ്റിയും ബാല്യകാലത്തെപ്പറ്റിയും ഒക്കെ വിശദമായിട്ട് വിവരിക്കാമായിരുന്നു, വർണ്ണിക്കാമായിരുന്നു. കാരണം യേശുവിൻ്റെ മരണത്തിനു ശേഷം യോഹന്നാൻ മറിയത്തിന് മകനെപ്പോലെയായിരുന്നു. കുരിശിൻ്റെ കീഴിൽ യേശു തൻ്റെ അമ്മയെ യോഹന്നാനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറിയം യോഹന്നാനോട് യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള, അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കഥകളും പറഞ്ഞു കാണും. ഈ കാര്യങ്ങളൊക്കെ രൂപീകരിച്ച് ഇത് മാത്രം ഒരു സുവിശേഷമാക്കുവാനായിട്ടുള്ള സാധ്യതയും യോഹന്നാനുണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ അത് ചെയ്യുന്നില്ല. യോഹന്നാൻ്റെ ലക്ഷ്യം മറ്റെന്തോ ആണ്. തൻ്റെ സൃഷ്ടിയിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ താൻ അനുഭവിച്ച വ്യത്യസ്തനായിട്ടുള്ള യേശുവിനെ അവതരിപ്പിക്കുക. അതാണ് യോഹന്നാൻ ചെയ്യുന്നത്. ആദിയും അന്ത്യവുമായ യേശു, അവൻ്റെ വാക്കുകൾ, അവൻ്റെ ജീവിതം പ്രധാനപ്പെട്ടതാണ്. യോഹന്നാന് എല്ലാത്തിൻ്റെയും കേന്ദ്രമായിട്ട് യേശു മാറുകയാണ് യോഹന്നാൻ്റെ അവതരണത്തിലൂടെ. തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയ ദൈവാനുഭവം അത് യോഹന്നാൻ ഇങ്ങനെ പകർന്നു നൽകുകയാണ്. യോഹന്നാൻ നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതം വഴി, തനതായ ദൈവാനുഭവം വഴി വിശ്വാസത്തിൽ വളരുവാനായിട്ടാണ്. നമ്മുടെ ചിന്തകളെ അങ്ങനെ രൂപീകരിക്കുവാനായിട്ടാണ്. നമ്മുടെ ജീവിതങ്ങളെ അങ്ങനെ ക്രമീകരിക്കുവാനായിട്ടാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട്, കേന്ദ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അതുപോലുള്ള മാറ്റങ്ങളുണ്ടാകും. ദൈവത്തെ മനസ്സിലാക്കുവാൻ, അതുവഴി ജീവിതത്തിന് പുതിയ ഒരു അർത്ഥം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് യോഹന്നാൻ പറയും, തുറവി ഉണ്ടാവുക, നീ ആയിട്ട് മാറുക. നിന്റെ ദൈവാനുഭവം അത് വ്യത്യസ്തമാണ്. എൻ്റെ ജീവിതം എനിക്ക് തനതായിരിക്കുന്നത് പോലെ എൻ്റെ ദൈവാനുഭവവും എൻ്റെ വിശ്വാസവും എൻ്റേത് മാത്രമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവചരിത്രവും ദൈവ അനുഭവവും വിശ്വാസ ജീവിതവും. യോഹന്നാൻ നമ്മോട് പറയും, ഈ അനുഭവത്തിൽ നിന്നും നല്ലത് സൃഷ്ടിക്കുക, നല്ലത് പകർന്നു കൊടുക്കുക, വ്യത്യസ്തമായിട്ടുള്ളത്, തനതായിട്ടുള്ളത് പകർന്നു കൊടുക്കുക. അപ്പോൾ യഥാർത്ഥ ദൈവാനുഭവം, യഥാർത്ഥമായിട്ട് ഞാൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ യോഹന്നാനെപ്പോലെ ഈ സന്തോഷം അനുഭവിക്കുവാൻ, ദൈവാനുഭവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ, അത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.